എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ കിങ് അവനാണെങ്കിൽ സാഞ്ചിയെയും കുറേയും ചോപ്പറിനെ എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ചോപ്പറിനാണെങ്കിൽ ഓൾറെഡി ഇപ്പൊ പവറില്ല. സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ കരയാൻ തുടങ്ങും. രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരാള് സാഞ്ചിയാണ്. സാഞ്ചിയാണെങ്കിൽ ഇപ്പൊ കിങ്ങിനെ കണ്ട് അവന്റെ അടുത്തേക്ക് ഓടി അടുക്കാൻ ശ്രമിക്കും. പക്ഷെ ക്വീൻ സാഞ്ചിയെ പിടിച്ചു വലിച്ച് അറിഞ്ഞ പൊറഞ്ഞ ആഞ്ഞടിക്കുകയാണ്. സോ സാഞ്ചിക്കാണെങ്കിൽ ഇപ്പൊ അവിടേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. കിങ് ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അവന്റെ കൈ അങ്ങനെ മുകളിലേക്ക് ഉയർത്തി അവനെ ഞെട്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം അവന്റെ കൈ അതങ്ങനെ ബ്ലോക്ക് ചെയ്യാണ്. ബ്ലോക്ക് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ മാർക്കോ. അവനവന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് കിങ്ങിന്റെ പഞ്ച് അത് വളരെ എഫക്റ്റീവായിട്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്യും. ചുറ്റും ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും അത് കണ്ട് ഭയങ്കര സന്തോഷവും ആവേശവും. സാമുറായിസിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം ലാസ്റ്റ് ടൈം ഒരുപാട് അറ്റാക്കൊക്കെ കിട്ടി അവൻ അങ്ങനെ തകർന്ന് കിടന്നവനാണ്. അതുകൊണ്ടങ്ങനെ ഇത്രയും വേഗം തിരികെ എത്തി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നു ചിന്തിച്ച് അവർ വണ്ടർ അടിക്കും. പക്ഷെ യോഗറോയ്ക്ക് അറിയാം മാർക്കോ അവന്റെ ലിമിറ്റ് കഴിഞ്ഞു. എന്നിട്ടും മറ്റുള്ളവരെ സേവ് ചെയ്യാൻ മാത്രമാണ് അവൻ അവിടേക്ക് വന്നത്. എല്ലാവരും തായരായി കരയുന്നതും അടിയും ഇടിയും ഏറ്റുവാങ്ങുന്നതും അവനെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. സോ അവനവന്റെ ജീവൻ കൊടുത്തും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. ആണെങ്കിൽ കിങ്ങിനെ നൈസായിട്ട് ഡൈവേർട്ട് ചെയ്ത് അവനോട് കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഇവിടെ സോറോ അവൻ പതിയെ പതിയെ ഹീലായി എന്റെ ബാൻഡേജുകൾ അത് അഴിയാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് സാഞ്ചി അവനും ഒരല്പം റെസ്റ്റ് എടുക്കുകയാണ്. ക്വീനാണെങ്കിൽ മാർക്കോയെ കണ്ട് ഭയങ്കര അത്ഭുതം. യു ആർ അൺബിലീവബിൾ. അത്ര അറ്റാക്ക് ചെയ്തിട്ടും നിന്റെ ജീവന് യാതൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും പിന്നെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ തീർക്കുമെന്ന് പറഞ്ഞ് ക്വീൻ വീണ്ടും ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. ക്വീനും കിങ്ങും അവർ രണ്ടുപേരും കട്ടയ്ക്ക് മാർക്കോയുടെ മുൻപിൽ നിൽക്കുകയാണ്. മാർക്കോ ആണെങ്കിൽ നൈസായിട്ട് സോറോയെ നോക്കും. അവൻ ഓൾമോസ്റ്റ് പുറത്തു വരാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ മാർക്കോ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഇനി എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, ഞാൻ കീഴടങ്ങാൻ പോവാണ്. ബാക്കി കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അടുത്ത നിമിഷം സോറോ അവന്റെ മുഴുവൻ കെട്ടുവഴിച്ച് പുറത്തേക്ക് വരും. ക്വീൻ ആണെങ്കിൽ മാർക്കോയെ അറ്റാക്കും ചെയ്യും. ന്യൂട്ടിയുടെ സോറോ ആണെങ്കിൽ അങ്ങനെ ഫ്ലൈ ചെയ്തു വന്ന് ആ ഒരു അറ്റാക്കിനെ വെട്ടിത്തെറിപ്പിക്കും. അതിനുശേഷം അവൻ കണ്ണിൽ വെറിയായിട്ട് ഫയറായി വെറിയോട് കൂടെ ആ വില്ലന്മാരെ നോക്കുകയാണ്. സോറോയുടെ ബോഡി അതങ്ങനെ ബൾക്കായിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് സാഞ്ചിയും നേരിടാനായിട്ട് എയർവാക്ക് ചെയ്ത് അവിടേക്ക് കടന്നു വരികയാണ്. ഇവർ രണ്ടുപേരും പവർ കമ്പൈൻ ചെയ്ത് ഇപ്പോ ക്വീന്റെയും കിങ്ങിന്റെയും ദേഹത്ത് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവരങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. ചുറ്റുമുള്ളവർക്ക് അത് കണ്ട് ഭയങ്കര സന്തോഷവും ആകാംക്ഷയും. ചോപ്പറാണെങ്കിൽ ആ ഫൈറ്റ് ചെയ്യുന്നൊക്കെ കണ്ട് അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് മാർക്കോ ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് ഇനി ഫൈറ്റ് ചെയ്യാനൊന്നും കഴിയില്ല, എനിക്കിനി റെസ്റ്റ് ആവശ്യമാണെന്ന് പറഞ്ഞ് അവനങ്ങനെ ക്യാഷ്വലായിട്ടിരിക്കും. സമയം സോറോയും സാഞ്ചിയും അവർ രണ്ടുപേരും വീണ്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കളിയാക്കിയും ട്രോൾ ചെയ്തും കുറ്റപ്പെടുത്തിയും ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. ആ ഗ്യാപ്പിൽ ക്വീനും കിങ്ങും അവർ വീണ്ടും ബാക്ക് ടു നോർമലായി ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡിയാവും. നമ്മുടെ ആൾക്കാർ കറക്റ്റായിട്ട് അവരെ കാണും. മാർക്കോ ആണെങ്കിൽ ആകാംക്ഷയോട് കൂടെ അടുത്ത് എന്താണ് സംഭവിക്കാന്നറിയാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കിങ്ങും ക്വീനും ഇത്തവണ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്തായിരിക്കും അവരുടെ അടുത്തേക്ക് വരിക. സാഞ്ചി സോറയാണെങ്കിൽ ഇപ്പൊ അവരെ ശ്രദ്ധിക്കും. എന്ത് വില കൊടുത്തും അവർക്ക് ഈ ബാറ്റിൽ ജയിച്ചേ പറ്റൂ. കാരണം ഇത് ജയിച്ചാൽ മാത്രമേ ലൂഫിയെ കൊണ്ട് കിങ് ഓഫ് ദ പൈററ്റായി മാറാനായിട്ട് കഴിയൂ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇവരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് അവരും ഇപ്പൊ കമ്പൈനായിട്ട് അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ പവർ ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കും. രണ്ടുപേരും അവരുടെ ലൈഫ് പോലും സാക്രിഫൈസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ മുൻപോട്ടേക്ക് കടന്നു വരും. അത് കണ്ട് ക്വീന്റെയും കിങ്ങിന്റെയും അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി കൂടി വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അപ്പാപ്പനെ കാണിക്കും. ആൾക്കാണെങ്കിൽ സോറോയെ കാണുമ്പോൾ വലിയൊരു സാമുറായി ആയിരിക്കും ഓർമ്മ വരിക. മറ്റൊരു ഭാഗത്ത് ഒരു വില്ലൻ. അവനാണെങ്കിൽ സോറോയും സാഞ്ചിയും അവർ പരസ്പരം തർക്കിക്കുന്ന ഗ്യാപ്പിൽ സാഞ്ചിയെ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഗണ്ണൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം കൗമട്സു അവനവിടേക്ക് ചാടി വീണ് അവനെ പിടിച്ച് വലിച്ച് പുറഞ്ച് അട്ടിക്കുകയാണ്. നീ നൈസിൽ ഗോളടിക്കാൻ ശ്രമിക്കുകയാണല്ലേ, ഒരു കാരണവശാലും അവർക്ക് പോറൽ പോലും ഏൽപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. ഇവിടെ കുറച്ച് സാമുറായിസ് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓടി അടുക്കുകയാണ്. അവർ പവർഫുൾ ആയിട്ടുള്ള വില്ലന്മാരാണ്, നമ്മുടെ സഹായം ഇപ്പൊ അവർക്ക് ആവശ്യമാണെന്ന് പറയും. അതിന് അപ്പാപ്പൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളിപ്പോ ഒരു കാരണവശാലും അവിടേക്ക് പോകാനായിട്ട് പാടില്ല, ഇത് അവരുടെ ഫൈറ്റ് ആണ്, അത് അവർ തന്നെ ഹാൻഡിൽ ചെയ്തോളും. പക്ഷെ അവരാണെങ്കിൽ വീണ്ടും അപ്പാപ്പനോട് റിക്വസ്റ്റ് ചെയ്യും. അതിന് അപ്പാപ്പൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ അവരെ രണ്ടുപേരെ ശ്രദ്ധിച്ചോ, അവർ ടെററായിട്ട് നിൽക്കുകയാണ്, അവരുടെ ഇടയിലേക്ക് നിങ്ങൾ കയറി ചെന്ന് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഒട്ടും ഇഷ്ടാവില്ല എന്ന് പറയും. മറ്റൊരു ഭാഗത്ത് മാർക്കോ അവനാണെങ്കിൽ ഒരു സെക്കൻഡ് വൈറ്റ് ബിയർഡുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ആലോചിക്കുകയാണ്. ആ സമയം ഡ്രാഗൺസിനെ കുറിച്ചും അതുപോലെ തന്നെ ആ നേവി ബേസിനെ കുറിച്ചും അവർ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കോ ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുമ്പോഴായിരിക്കും രണ്ടുപേര് ഇപ്പൊ മാർക്കോയെ ഷൂട്ട് ചെയ്യാണ്. കറക്റ്റ് സമയം ഈശോ അവൾ അവിടേക്ക് ചാടി വീണ് അവർ രണ്ടുപേരെ ഷൂട്ട് ചെയ്ത് കൊല്ലും. യു ആർ അൺബിലീവബിൾ.
നമ്മളിപ്പോ ഒരു വലിയ വാറിന് നടുവിലാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? ഇനി നീ ഇവിടെ ഇരുന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് മുൻപോട്ടേക്ക് ഓടുകയാണ്. അവൻ ക്യാഷ്വലായിട്ട് പറയും, ഉറപ്പായിരുന്നു എന്നെ സേവ് ചെയ്യാൻ നീ വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സിമ്പിളായിട്ട് ഇരുന്നത്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ക്വീൻ അവൾ ടെററായിട്ട് എഴുന്നേറ്റ് ഇപ്പൊ സോറോയോടും സാഞ്ചിയോടും പറയും, നിങ്ങൾ രണ്ടുപേരും വിചാരിച്ച ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് കരുതിയോ? ഞങ്ങളാണ് മെയിൻ പവറുള്ള ലീഡ് പെർഫോമേഴ്സ്. ഞങ്ങൾ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്കെന്നല്ല ആർക്കും തന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ആക്ക് കിങ് ക്വീന് ഞങ്ങൾ 3 പേരും കൈഡോയുടെ 3 വലങ്കൈകളാണ്. ഞങ്ങൾ അവനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ക്വീനാണെങ്കിൽ അവന്റെ വായിലൂടെ നിർത്താതെ ഷൂട്ട് ചെയ്യാണ്. ആ സമയം സാഞ്ചിക്ക് അവന്റെ മുട്ടിന് ചെറിയൊരു പെയിൻ എടുക്കും. കാരണം ഓൾറെഡി അവൻ 3 തവണ അവന്റെ ആ സ്യൂട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞു. അതിന് സോറോ ആണെങ്കിൽ അവനോട് പറയും, മര്യാദയ്ക്ക് നീ പോയി റെസ്റ്റ് എടുക്ക്, വെറുതെ തലവേദന ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതിന് അവനാണെങ്കിൽ ടെററായിട്ട് പറയുന്ന അനുസരിക്കാതെ വീണ്ടും അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ കിങ് ആണെങ്കിൽ സോറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട് സാഞ്ചി അവനെ ബ്ലോക്ക് ചെയ്യും. ആ സമയം ക്വീൻ സാഞ്ചിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട് സോറോ ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഹെൽപ്പ് ചെയ്തായിരിക്കും ഫൈറ്റ് ചെയ്യുക. ക്വീൻ ആണെങ്കിൽ വീണ്ടും സാഞ്ചിയെ വീൻ സ്മോക്കും തന്നെ വിളിക്കും. അതിൽ ദേഷ്യപ്പെട്ട് സാഞ്ചി ആണെങ്കിൽ അവന്റെ കാലിൽ ഫയർ കൊണ്ടുവന്ന് ക്വീനെ അച്ചറം പൊച്ചറം തല്ലും. അതേസമയം സോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് കിങ്ങിനെ ആഞ്ഞു വെട്ടുകയാണ്. ആ ഒരു വെട്ടലില് കിങ് അങ്ങനെ താഴെ പതിച്ച് അങ്ങനെ മണ്ണിൽ കുറച്ച് പൊതഞ്ഞു പോവാണ്. പക്ഷെ അടുത്ത നിമിഷം കില്ലർ മിഷനായിട്ടുള്ള കിങ് ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് സോറോയുടെ സ്ക്വാഡ് അത് ലോക്ക് ചെയ്യും. അതിനുശേഷം കയ്യിൽ നിന്ന് സ്പൈക്ക് ക്രിയേറ്റ് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യാണ്. ആ അറ്റാക്കിൽ ഉണ്ടായിരുന്ന ഒരു സ്ക്വാഡ് അത് തെറിച്ചു പോവും. സോറോ തിരിച്ചറിയും അവൻ സ്ക്വാഡ്സ്മാൻ അല്ല, കില്ലർ മാൻ ആണെന്ന്. അപ്പൊ അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ സോറോയുടെ കയ്യിലുള്ള ആ ലെജൻഡറി സ്ക്വാഡ് കണ്ട് ഷോക്ക് ആവുകയാണ്. ഇതെങ്ങനെ അവന്റെ കയ്യിൽ ലഭിച്ചു? ഇത് ഓടന്റെ സ്ക്വാഡല്ലേ? അതിന് കൗമട്സ് പറയും, അതെ, വിശ്വസുന്ദരിയാണ് ആ സ്ക്വാഡ് അവന് കൊടുത്തത്. നമ്മുടെ വാനോ കിൻഡത്തിന്റെ ഒരു ലെജൻഡറി സ്ക്വാഡ് അത് അവന്റെ കയ്യിലായിരുന്നു. അതിനു പകരമായി സുന്ദരി അവൾക്ക് അവകാശപ്പെടുന്ന ഓടന്റെ ഈ ഒരു സ്ക്വാഡ് അത് സോറോയ്ക്ക് നൽകി. സുന്ദരിയെ കൊണ്ടോ ഇപ്പൊ വാനോ കിൻഡത്തിലുള്ളവരെ കൊണ്ടോ ആ ഒരു ലെജൻഡറി സ്ക്വാഡ് അത് യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് അവൾ ആ ഒരു സ്ക്വാഡിന് പകരമായിട്ട് ഈ സ്ക്വാഡ് അവന് കൊടുത്തത്. പിന്നെ അപ്പാപ്പനാണെങ്കിൽ സോറോയെ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം കൗമട്സുവിനോട് പറയും, ആ ലെജൻഡറി സ്ക്വാഡ് അതാരാണോ ഉപയോഗിച്ചിരുന്നത് അവനെ പോലെ തന്നെയാണ് സോറോയെ കാണുമ്പോൾ എനിക്ക് തോന്നണേ. അതിന് കൗമട്സു എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് ഇപ്പോ അവനോട് പറയും. അവന്റെ പേര് ഷിമട്സുഗി എന്നാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ സോറോയും ഫൈറ്റ് ചെയ്യുക. ഒരു കണ്ണടച്ച് പാർട്സ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തായിരിക്കും അവർ രണ്ടുപേരും ഇപ്പൊ വില്ലന്മാർക്കെതിരെ പോരാടുക. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് എനർജിയൊക്കെ റീഗെയിൻ ചെയ്ത് വീണ്ടും കൈഡോയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഉച്ചത്തില് ഇപ്പൊ മൊമന്റോസ്കിയെ വിളിക്കും. മൊമന്റോസ്കി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഉടനെ ഉണ്ടപ്പെണ്ണാണെങ്കിൽ ദൂരത്തായിട്ട് മൊമന്റോസ്കിയെ ചൂണ്ടിക്കാണിക്കും. ടെററായിട്ട് 2 ചുവന്ന കണ്ണുകൾ. ഇത് കണ്ട് ലൂഫി അവൻ വണ്ടർ അടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.